മ്യൂസിയവും കനകക്കുന്നുമെല്ലാമാണ് തലസ്ഥാന നഗരിയിൽ പ്രഭാത സവാരിക്കുള്ള ഇടങ്ങൾ. ഇവിടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. പ്രഭാത സവാരിക്കിറങ്ങിയ ഞങ്ങളുടെ പ്രതിനിധി ശ്യാമപ്രസാദ് വോട്ടർമാരോട് സംസാരിക്കുന്നു. സംസ്ഥാനത്ത് തിളച്ചുമറിയുന്ന ചൂടാണ്. ഒപ്പം തന്നെ രാഷ്ട്രീയ ചൂടും കനത്തു കഴിഞ്ഞു. തലസ്ഥാന നഗരിയിലെ വോട്ടർമാർക്കും ചിലത് പറയാനുണ്ട്. അത് സ്ഥാനാർത്ഥികളെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും. എന്തായാലും അത് വാക്കുകൾ കൊണ്ട് കേട്ടും കണ്ടും തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. എന്തായാലും നമുക്ക് മറ്റൊരിടത്ത് ഒരു സംഘം തകർത്ത് ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അവരെ ഉണ്ട്. എന്തായാലും വലിയൊരു നിരയാണ് അവരുള്ളത്. അവർക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം എന്നുള്ളതാണ്. എല്ലാവരും വോട്ട് ചെയ്യണം, അവരവരുടെ അവകാശങ്ങൾ എല്ലാവരും വിനിയോഗിക്കണം എന്നതാണ് എൻ്റെ എളിയ അഭിപ്രായം. വളരെ പോസിറ്റീവാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ വരുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ജനത്തിന് നല്ല രീതിയിലുള്ള ഇത് കൊണ്ടുവരിക, അല്ലാതെ ഇന്ന ആളെന്ന് പറയുന്നില്ല. ആര് വന്നിരുന്നാലും ജനത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ചേട്ടാ, രാവിലെ തൊട്ട് ഈ ഒരു പരിശീലനമായിരിക്കും. എല്ലാ ദിവസവും വരാറുണ്ടോ? എല്ലാ ദിവസവും വരാറുണ്ട്. എല്ലാ ദിവസവും രാവിലെ 5:30 മണി തൊട്ട് 7 മണി വരെ ചെയ്യും. നമ്മൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ചൂട് ഭയങ്കര ഒരു ആവേശമാണ്. ഇപ്പോൾ തിരുവനന്തപുരമാണ്, തലസ്ഥാന നഗരിയാണ്. എങ്ങനെയാണ് ഈ ആരോഗ്യത്തോടൊപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് ഒരു വീക്ഷിക്കുന്നതും? തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് നിർണായകമായിട്ടുള്ള ഇതാണ്. 3 പേരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാണ്, മറ്റേയാൾ 15 വർഷമായിട്ട് MP ആണ്. പിന്നെ പന്ന്യൻ രവീന്ദ്രൻ നേരത്തെ ജയിച്ച ആളാണ്. ഇവരൊക്കെ മുന്നിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു കൗതുകമുണ്ട്. എല്ലാ പ്രാവശ്യവും ജയിപ്പിച്ചു വിടും, വാഗ്ദാനങ്ങളുണ്ടാവും. അപ്പോൾ ചേട്ടനൊക്കെ ഒരു 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 വീക്ഷണം ഉണ്ടായിരിക്കുമല്ലോ. നല്ല കഴിവുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്ക് നേട്ടമുണ്ട്. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു പ്രത്യേകിച്ചൊരു മാറ്റം, വിഴിഞ്ഞം തുറമുഖം അത് വരുന്നുണ്ട്, പിന്നെ എയർപോർട്ട് ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. എല്ലാം വരുമ്പോഴത്തേക്കും നമുക്കൊരു നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. തലസ്ഥാന നഗരിയിലെ ഒരു ഇഷ്യൂ ആണോ ഈ പിന്നെ ഇങ്ങനെയുള്ളൊരു തെരഞ്ഞെടുപ്പിൽ പ്രധാനമാകുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇവിടെ റോഡ് ബ്ലോക്കോ അല്ലെങ്കിൽ ഇതുണ്ടാകുന്നതോ വെച്ചിട്ട് ഒരു വോട്ട് ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഫൈനൽ റിസൾട്ട് ഓൾറെഡി എല്ലാവരും എഗ്രി ചെയ്യുന്ന പോലെ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എപ്പോഴും സെൻട്രലിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടെൻഡൻസിയാണ് കാണുന്നത്. അതിന് ചെറിയൊരു മാറ്റം വരാം എന്ന് മാത്രമേ ഉള്ളൂ. മാറ്റം അനിവാര്യമാണ്. എങ്ങനെ കാണുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുമ്പോൾ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട്, അതിനകത്തൊക്കെ ഭാഗമായിട്ടുണ്ട് ഒരു വോട്ടർ നിലയിൽ. തെരഞ്ഞെടുപ്പിൽ സാധാരണ ചൂടുണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ക്ലൈമറ്റും ചൂടാണ്. ഓക്കെ, ഞങ്ങൾ ഇപ്പോൾ ഈ വരുന്ന കാലത്ത് ഇതൊരു നല്ല സ്ഥലമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഞങ്ങളുടെ പ്രായത്തിലൊക്കെ ഒരു ആരോഗ്യത്തെക്കാളും കൂടുതൽ ഒരു മാനസികമായ ഇത് സൗകര്യം ഉണ്ടാക്കാമെന്നുള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ശരിക്കും വന്നിട്ടില്ല. ട്രിവാൻഡ്രം കാണുമ്പോൾ അങ്ങനെ ഒരു മേ ബി അത് പിക്കപ്പ് ആകുമായിരിക്കും. കാരണം കാൻഡിഡേറ്റ്സിനും പ്രശ്നമാണല്ലോ ഇതൊക്കെ. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ദേശീയ രാഷ്ട്രീയം കടന്നു വരികയെന്നാണ്. ഒപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയം വരുന്നു. ഒപ്പം സ്ഥാനാർത്ഥികളുടെ ഒരു മികവ്, ഇതൊക്കെ ആയിരിക്കും ഒരു ഘടകം എന്ന നിലയിൽ വോട്ടർമാരുടെ മനസ്സിൽ കടന്നുകൂടുന്ന. എനിക്ക് പേഴ്സണലായിട്ട് തോന്നുന്നത് നമുക്ക് ഒരു ടൈമായി ഒന്ന് മാറി ചിന്തിക്കാനായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ അസംബ്ലി ഇലക്ഷൻ അല്ല. അപ്പം നമ്മുടെ ഇപ്പം ഒരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് മ്യൂസിയം നന്നാവുമോ ട്രിവാൻഡ്രം നന്നാവുന്നതിനെക്കാട്ടും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അവർ ഡൽഹിയിൽ പോയിട്ട് നമ്മുടെ MP എന്ത് ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ഞാൻ വേറൊന്നും കൊണ്ട് പറയല്ല, ഒരു ശരിക്കും സംസാരിക്കാൻ പോലും അറിയാത്ത ഒരാൾ, ഒരു ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാത്ത ഒരാളോ ഡൽഹിയിൽ പോയി ഇരുന്നിട്ടോ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ അവർക്ക് മാക്സിമം പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ പുഷ് ചെയ്യും. അതിനെക്കാട്ടും നല്ലത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു റൂളിംഗ് പാർട്ടിയുടെ ആളുണ്ടെങ്കിൽ you'll definitely have a say. ആര് ജയിച്ചാലും അതെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും കൂടെ ഗുണം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്.
എന്തായാലും വളരെ സജീവമാണ് നമ്മുടെ തലസ്ഥാനത്തെ രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയ വോട്ടർമാരുടെ മനസ്സുമെല്ലാം തന്നെ സമീപിക്കുന്ന സ്ഥാനാർത്ഥികൾ നമ്മുടെ തലസ്ഥാനധാരി. അപ്പോൾ അങ്ങനെ വോട്ടർമാരുടെ വികസനമാണോ സ്ഥാനാർത്ഥിയുടെ ഒരു ഇതാണോ എന്താണ് എങ്ങനെയായിരിക്കും? അത് തന്നെയാണല്ലോ, വോട്ടർമാരുടെ വികസനമാണല്ലോ നമുക്ക് വേണ്ടിയത്. അപ്പോൾ ആ രീതിയിലുള്ള തിരഞ്ഞെടുപ്പും വോട്ടുമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ തലസ്ഥാനത്ത് ഇപ്പം വലിയ മാറ്റങ്ങളൊന്നുമില്ല. അതുമല്ല, നമ്മുടെ ഇപ്പോൾ ഇവിടെ തന്നെ റോഡിൻ്റെ കണ്ടീഷൻസും ബാക്കി ഈ ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ആകെ അവതാളത്തിലാണ് നമ്മുടെ. അപ്പോഴത്തേക്ക് ഇനി ഇതിനൊരു മാറ്റം വരുത്തണമെന്നുള്ളതാണ് എല്ലാവരുടെയും ജനങ്ങളുടെ ആവശ്യം. അപ്പോൾ അതിലേക്കായിട്ട് ജനങ്ങൾ മുൻകൈ എടുത്ത് തീർച്ചയായിട്ടും ഒരു മാറ്റം വരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. വോട്ടർ എന്ന നിലയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയൻ ഏറ്റവും അഴിമതി നിറഞ്ഞ ഒരു മുഖ്യമന്ത്രിയാണ്. ഇതുവരെ ഇങ്ങനെ ഒരു പിശാചിനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു വയ്ക്കുക. നിലവിൽ ദേശീയ രാഷ്ട്രീയമാണ്, പ്രധാനമായും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ദേശീയ രാഷ്ട്രീയത്തിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ കടന്നു വരുമെന്ന് തോന്നുന്നുണ്ട്. അത് ഷുവറാണല്ലോ. ഈ അഴിമതി അതിൻ്റെ തീർച്ചയായിട്ടും ആളുകളെല്ലാം സംസാരിക്കുമല്ലോ. അഴിമതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അഴിമതിയുണ്ടോ? സ്വന്തം മകളുടെ പേരിൽ എന്താ മാസപ്പടി വാങ്ങുക, ഭയങ്കര അഴിമതിയല്ലേ. പൊതുവേ ഡെവലപ്മെൻറ്റ്സ് സ്റ്റാഗ്നൻ്റ് ആണ്. സ്റ്റാഗ്നൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി പ്രോബ്ലംസും ഫണ്ട് പ്രോബ്ലംസും ഒക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും പകുതി വഴിയിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷന് വരുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രത്തിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ടൈറ്റ് കോൺടെസ്റ്റ്. എല്ലാ കാൻഡിഡേറ്റ്സും വളരെ നല്ല മികച്ച ട്രാക്ക് റെക്കോർഡ്സുള്ള ആൾക്കാരാണ്. നല്ലതാണ് തിരഞ്ഞെടുപ്പ്. ജനങ്ങൾക്കൊരു ഇതുണ്ടാവുമല്ലോ, ബോധം ഉണ്ടാവുമല്ലോ ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്. അപ്പം തിരുവനന്തപുരം ആണെങ്കിൽ വികസനം വളരെ കുറവാണ്. അപ്പം ജനങ്ങൾ തീരുമാനിക്കട്ടെ ആരെയാ വേണമെന്നുള്ളത്. എന്തായാലും ദേശീയ തെരഞ്ഞെടുപ്പാണ്, പക്ഷേ എന്നാലും സംസ്ഥാന വിഷയങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും വേണമല്ലോ. അറ്റ്ലീസ്റ്റ് തലസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മൾ മറ്റ് ഡിസ്ട്രിക്ട്സിനെ കമ്പയർ ചെയ്യുമ്പം ട്രിവാൻഡ്രത്ത് പുരോഗമനം വളരെ വളരെ കുറവായിട്ടാണ് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് എനിക്ക് തോന്നുന്നു. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഏത് ചൂടാണ്? തിരഞ്ഞെടുപ്പാണ് രണ്ടും നല്ല സഹിക്കാൻ വല്ലാത്ത ഇതാണ്. തിരഞ്ഞെടുപ്പ് കുഴപ്പമില്ല, മറ്റേ ചൂട് സോ ഹോട്ട്. എന്തായാലും ആരോഗ്യ സംരക്ഷണത്തിൽ കേരളം മുൻപന്തിയിലാണെന്ന് പറയുന്നു. അതുതന്നെയാണ് ഇതിനെല്ലാം ഇപ്പോൾ ഈ കാണേണ്ട വോട്ടർമാരുടെ എല്ലാം വാക്കുകളിലും ഒപ്പം തന്നെ ശരീരഭാഷയിലും എല്ലാം തെളിഞ്ഞു നിന്നത്. എന്തായാലും എണ്ണിയാലൊടുങ്ങാത്ത തിര പോലെയാണ് വോട്ടർമാരുടെ പ്രതീക്ഷകളും ഒപ്പം തന്നെ ചിന്തകളും. അത് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഫലവത്താകുമെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. ക്യാമറമാൻ സുനിലിനൊപ്പം കെ ബി ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.